ദൈവത്തിന് സ്തോത്രം. ഈ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ പെർഗേമോസിലെ സഭയുടെ ദൂതന് എഴുതുക, ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോ ഈ പെർഗേമോസിലെ സഭയുടെ ദൂതന് എഴുതുക, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതില് നമ്മൾ പറഞ്ഞു വന്നത്, സാത്താൻ പാർക്കുന്നിടത്ത് ആണ് പെർഗേമോസിലെ സഭ ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് നമ്മൾ ചിന്തിച്ചു. അവിടെ അവർ പാർക്കുന്നു എന്ന് കർത്താവ് അറിയുന്നു. നമ്മൾ പറഞ്ഞതാണ്, എവിടെയാണ് നമ്മൾ പാർക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. മറ്റൊന്ന്, ദൈവമക്കൾക്ക് എവിടെയും പാർക്കാം. സാത്താൻ പാർക്കുന്നിടത്തും പാർക്കാം. ഏത് സ്ഥലത്തും കൂടാരം നമുക്ക് വയ്ക്കാം. ലോകത്ത് ആർക്കും പാർക്കാൻ കഴിയാത്തിടത്തും നമുക്ക് പാർക്കാം. നമ്മുടെ വീടിന് ബാധയാണ്, ഈ സ്ഥലം നല്ലതല്ല, വീട് നല്ലതല്ല, ഇങ്ങനെയുള്ള കാര്യകാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ട കാര്യം ദൈവമക്കൾക്കില്ല. എവിടെയും പാർക്കാം. പക്ഷെ 3 കാര്യങ്ങൾ പെർഗേമോസിലെ സഭ മുറുകെ പിടിച്ചിരുന്നു. ഒന്ന്, യേശുവിന്റെ നാമത്തെ അവർ മുറുകെ പിടിച്ചു. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ അധരങ്ങളും വാഴ്ത്തിപ്പാടുന്ന നാമം, രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഉതകുന്ന നാമം, യേശു എന്ന നാമം. യേശു എന്ന വാക്കിന് രക്ഷകൻ എന്ന് അർത്ഥം. ആ നാമത്തെ അവർ മുറുകെ പിടിച്ചു. ആ നാമത്തിന് വേണ്ടി അവർ നിലകൊണ്ടു. ദൈവമക്കളെ, യേശു എന്ന നാമത്തിനുണ്ടൊരു ശക്തി. അത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടൊരു പവർ. നമ്മളിൽ പാപയിക ചിന്തകൾ വർദ്ധിച്ചു വരുമ്പോ, രാത്രിയിൽ കിടക്കുമ്പോ ആണല്ലോ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമ്മൾ സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അടക്കടക്കായിട്ട് നമ്മളുടെ മുൻപിലുള്ള ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ കയറി വരും. ചിലത് ആവശ്യമുള്ളതായിരിക്കും, ചിലത് അനാവശ്യമായതായിരിക്കും, ചിലത് പ്രയോജനമുള്ളതായിരിക്കും, ചിലത് പ്രയോജനമില്ലാത്തതായിരിക്കും. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനകത്ത് കയറി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നാമമാണ് യേശു എന്ന നാമം. നമുക്ക് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പരിശീലിച്ചു നോക്കാം. ഞാൻ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ യേശുവിന്റെ നാമമെന്നും യേശുവിന്റെ രക്തമെന്നും പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ഊർജമുണ്ട്, പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ കരുതുന്നു പെർഗേമോസിലെ സഭ യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു. വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആദിവാസികളായ നമ്മുടെ വിശ്വാസികൾ ധാരാളം പ്രതികൂലങ്ങൾക്കകത്ത് ആ നാമത്തെ മുറുകെ പിടിച്ച് കഴിയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷവും സമാധാനവും നമുക്കൊരു സംതൃപ്തിയും അനുഭവിക്കുകയാണ്. ഞാൻ പറയട്ടെ, യേശു എന്ന നാമത്തെ മുറുകെ പിടിക്കണം.
മറ്റൊന്ന്, അതിന്റെ താഴോട്ട് വരുമ്പോൾ കാണാം, അവർ വിശ്വാസത്തെ നിഷേധിച്ചില്ല, വിശ്വാസത്തെ മുറുകെ പിടിച്ചു. എപ്പോഴാണ് വിശ്വാസം ഉപേക്ഷിക്കപ്പെടാൻ സാധ്യത? ഫിലിപ്സാർ ക്ലാസ് എടുത്തപ്പോ തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം കഷ്ടങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരധ്യായമാണ്. നമ്മളോട് പറഞ്ഞു, നമ്മളത് വായിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കഷ്ടം സഹിപ്പാൻ ദൈവം വരം നൽകിയിരിക്കുന്നു. ഇപ്പോ കഷ്ടതകളും കഷ്ടപ്പാടുമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യരുതെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കഷ്ടതയോ കഷ്ടപ്പാടോ ഇല്ലാത്ത ഒരു ജീവിതം ഈ ലോകത്ത് നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി യേശുവിന്റെ പിറകെ നടക്കുകയും വേണ്ട. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകം പിശാചിന്റെ അധീനതയിലായിരിക്കുന്നിടത്തോളം കാലം അവന് നമ്മളെ ഇഷ്ടമല്ല, അവന് നമ്മളെ സംരക്ഷിക്കണമെന്നില്ല, അവന് നമ്മളെ സൂക്ഷിക്കണമെന്നില്ല. അവൻ ഏത് വിധത്തിലും കർത്താവിന്റെ പക്ഷത്തേക്ക് മാറിയ നമ്മളെ പിന്തിരിപ്പിച്ച് വഴിമാറ്റി പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. അവനുള്ളിടത്തോളം കാലം, നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അവൻ എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും പുതിയ കൃപ ചോദിച്ചോളണം. ഓരോ ദിവസവും അവന്റെ അറ്റാക്ക് ഉണ്ടാകും. ഓരോ ദിവസവും ഉണ്ടാകും, തർക്കമില്ല. ഓരോ ദിവസവും, ഓരോ നിമിഷത്തിലും ചിലപ്പോൾ അവൻ നമ്മളെ ആക്രമിക്കും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്റെ രക്ഷകനായ എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നിടത്തോളം കാലം അവന്റെ പ്രലോഭനങ്ങൾക്കകത്തും അവനിൽ നിന്ന് ലഭിക്കുന്ന പ്രാതികൂല്യങ്ങൾക്കകത്തും എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന യേശു എന്ന നാമമുണ്ട്. ഞാനത് അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, ആ നാമത്തെ അവർ ഇതുപോലെ മുറുകെ പിടിച്ചു. പതറിപ്പോകരുത്. ഇവിടെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വിശ്വാസത്തെ മുറുകെ പിടിച്ചു. എപ്പോഴാണെന്നറിയാമോ? അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. അന്തിപ്പാസ് AD 54-68 കാലയളവുകളിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്, ഒരു ഭക്തനാണ് അന്തിപ്പാസ്. ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ നീറോ ചക്രവർത്തി, റോമൻ ഭരണാധികാരിയായിരുന്ന നീറോ, ക്രൂരനും നിഷ്ഠൂരനും കരുണയില്ലാത്തതുമായ ഒരു റോമൻ ചക്രവർത്തിയായിരുന്നു നീറോ. അദ്ദേഹത്തെ അഗ്നിക്കിരയാക്കി. പ്രജാതികളായ പുരോഹിതന്മാർ അന്തിപ്പാസിനെ വലിച്ചുകൊണ്ട് അർത്തേമിസ് ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ചുട്ടുപഴുത്ത നല്ല ചുമന്ന നിറം വന്ന പാത്രത്തിനകത്തേക്ക് ജീവനോടെ എറിഞ്ഞ് അർത്തേമിസ് ദേവിക്ക് അന്തിപ്പാസിനെ ബലിയർപ്പിച്ചു. നിങ്ങൾ ഓർക്കണം, ഒരു ബിഷപ്പിനെ
വലിച്ചു കൊണ്ടുപോയി ഈ കുണ്ടത്തിലേക്ക് വലിച്ചിട്ടു. അതുപോലെ പീഡകൾ നടക്കുമ്പോ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല. രാവിലെ മിഷന്മാരുടെ സാക്ഷ്യം ഞാൻ കേൾക്കും. അപ്പോഴേക്കും ഇവിടുത്തെ ടൈം ആകും. അവർ അനുഭവിക്കുന്ന ധാരാളം പീഡകളുടെ നടുവിലും അവർ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു. ഒത്തിരി കഷ്ടപ്പാടിലൂടെ അത് ഓർത്ത് സ്തോത്രം ചെയ്യുക. നമുക്കെന്താ ബുദ്ധിമുട്ടുള്ള? ഒന്നുമില്ല. അപ്പൊ കഷ്ടതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ചോളാം. വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകരുത്. വിശ്വാസത്തിൽ നിന്ന് പതറാതെ മാറാതെ നിൽക്കണമെങ്കിൽ ഉണ്ടല്ലോ, വചനത്തെ മുറുകെ പിടിക്കണം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, അവർ വചനത്തെ മുറുകെ പിടിച്ചു. എബ്രായ ലേഖനം 3:14 വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭയോട് പറയുന്നുണ്ട്. വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ. അപ്പോ ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് വചനത്തെ മുറുകെ പിടിക്കുക. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവവചനത്തെ മുറുകെ പിടിച്ചു. ദൈവവചനത്തോടുള്ള ആ സ്നേഹം, ആ ബന്ധം, അത് ശക്തമായി നിലനിർത്തണം. അതിനാണ് നമ്മൾ ഇതുപോലെ ദൈവവചന പഠനത്തിന് അവസരങ്ങൾ ഒരുക്കുന്നത്. 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. വിശ്വാസ്യവചനം മുറുകെ പിടിക്കണം. ഇപ്പൊ 3 കാര്യങ്ങളാണ് സാത്താൻ പാർക്കുന്നിടത്തും രക്ഷപ്പെടാനായിട്ട് ഒരു വിശ്വാസിക്ക് അനിവാര്യം. 1, യേശു എന്ന നാമത്തെ മുറുകെ പിടിക്കണം. 2, കഷ്ടതയുടെ കാലത്തും ഞെരുക്കത്തിന്റെ കാലത്തും എല്ലാം പ്രതികൂലമായാലും വിശ്വാസത്തെ മുറുകെ പിടിക്കണം. 3, ദൈവവചനത്തെ മുറുകെ പിടിക്കണം. ദൈവവചനത്തെ നെഞ്ചോട് ഒതുക്കി പിടിക്കണം. ദൈവവചനം ചുമന്ന് നടന്നാൽ പോരാ, ചുമക്കുന്ന ദൈവവചനം വായിക്കണം. വായിക്കുന്ന ദൈവവചനം പഠിക്കണം. പഠിക്കുന്ന ദൈവവചനം ധ്യാനിക്കണം. അങ്ങനെ നമ്മൾ വായിച്ച്, ചുമന്ന് വായിച്ച്, പഠിച്ച് ധ്യാനിക്കുമ്പോ വചനത്തിന്റെ മധുരിമ നമുക്ക് മനസ്സിലാകും. ദൈവവചനത്തെ സ്നേഹിക്കണം ദൈവമക്കളെ. ദൈവവചനത്തിന് വലിയ ശക്തിയാണുള്ളത്. സാത്താൻ അറിയാം വചനങ്ങൾ. നമുക്കറിയില്ലാത്ത വാക്യങ്ങൾ പോലും സാത്താൻ അറിയാം. സാത്താൻ കർത്താവിന്റെ അടുത്ത് വന്നപ്പോ പോലും എന്തുകൊണ്ടാ വന്നത്? വചനം കൊണ്ടാണ് വന്നത്. പരീക്ഷിക്കാൻ വന്നത് വചനം കൊണ്ടാണ്. അപ്പൊ പിന്നെ സാത്താൻ പാർക്കുന്നിടത്ത് പാർക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തുമാത്രം വചനമുണ്ടെങ്കിലാണ് അവനോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുക? അതിന് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള വചനങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മളത് എങ്ങനെയെങ്കിലും സൂത്രം പറഞ്ഞ് നമ്മൾ അങ്ങനെ അതിൽ നിന്ന് അങ്ങ് ഒഴിവായി പോകും. ഒരു കുറച്ച് വചനങ്ങൾ നമ്മുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ഓർക്കാൻ, ഉരുവിടാൻ, പറയാൻ, പങ്കുവെക്കാൻ ആവശ്യം കുറച്ച് വചനങ്ങൾ പഠിക്കണം, ബൈഹാർട്ട് ആക്കണം. അങ്ങനെ ബൈഹാർട്ട് ആക്കിയാൽ നമുക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു മുറിയുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ.
ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും നമുക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ അതിലേക്ക് തള്ളിക്കൊണ്ടു പോകുമ്പോൾ അനസ്തീഷ്യ തരുന്നത് വരെ നമ്മൾ ചിന്താശേഷിയുള്ളവരായിരിക്കുമല്ലോ. ദൈവവചനം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇനി എല്ലാം നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാലും, വേദപുസ്തകം ഉപയോഗിക്കാൻ കഴിയാത്ത കാലം വന്നാലും, ഈ കഷ്ടത വന്ന പെർഗമോസ് സഭയ്ക്ക് കഷ്ടത വന്ന കാലത്ത് അവർക്ക് ചുരുളുകൾ ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലും ഉപയോഗിക്കാൻ കഴിയാത്ത കാലത്ത് അവർ യേശുവിന്റെ വചനം ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു ദൈവമക്കളെ. അതുകൊണ്ട് ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. കേട്ടേ, അലമാരിയിലല്ല, ഷെൽഫിൽ വെച്ചേക്കല്ല. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. വചനത്തെ മുറുകെ പിടിക്കണം. വചനം എന്തു പറയുന്നു എന്ന് അന്വേഷിക്കണം. ആകെ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന റോൾ മോഡലായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു മാത്രം. അവനെ മുറുകെ പിടിച്ച് അവനിൽ വിശ്വസിച്ച് അവന്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് എവിടെയും പാർക്കാം, എവിടെയും പാർക്കാം, ഏത് വീട്ടിലും പാർക്കാം. വീടിന് ദോഷമില്ല, സ്ഥലത്തിനും ദോഷമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് മാത്രമേ ദോഷമുള്ളൂ, നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ സൂത്രം അന്വേഷിക്കുന്നതാണ്. ഏതാ? ഇതിനൊന്നിനും എന്നെ കൊണ്ട് പറ്റില്ല, യേശുവിന്റെ നാമം മുറുകെ പിടിക്കാനും പറ്റില്ല, വിശ്വാസത്തെ മുറുകെ പിടിക്കാനും പറ്റില്ല, വചനത്തെ മുറുകെ പിടിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലം വിറ്റ് വേറെ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഗതിയുള്ളൂ. വേറെ സ്ഥലത്ത് ചെന്ന് പാർത്താലോ അവിടെയും അവനുണ്ട്. അവൻ നമ്മളെ മുറുകെ പിടിക്കും, അവൻ നമ്മളെ വിടാതെ പിടിക്കും. അവിടെ ചെന്ന് പാർത്താലും ഈ പുള്ളി വരും. ഇവന്റെ പണി നമ്മളെ ഏതെങ്കിലും വിധത്തിൽ വിശ്വാസത്തിൽ നിന്ന് മാറ്റുക, യേശു എന്ന നാമത്തിൽ നിന്ന് മാറ്റുക, വചനത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അവനുള്ളിടത്തോളം കാലം നമ്മളെ അവൻ വെറുതെ വിടില്ല. പക്ഷേ ഈ 3 ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, അപ്പൊ അന്തിപ്പാസിനെ കൊന്ന എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അത്രമാത്രം പീഡയുണ്ടായ സമയത്ത് പോലും, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായ കാലത്ത് പോലും ഞാൻ വിശ്വാസത്തെ നിഷേധിച്ചില്ല. അത് പെർഗമോസ് സഭയുടെ ഒരു ക്വാളിറ്റിയാണ്, ഒരു മഹത്വമാണ്. സാത്താൻ പാർക്കുന്നിടത്താണ് പാർക്കുന്നതെങ്കിലും യേശു എന്ന നാമത്തെ മുറുകെ പിടിക്കുകയും അവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും അവനിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്ത് ആ കാലഘട്ടങ്ങളെ അവർ അതിജീവിച്ചു. പെർഗമോസ് സഭയുടെ പ്രത്യേകത. എങ്കിലും എങ്കിലും എന്നുള്ളതിന് ഒരു ഇച്ചിരി കനമുണ്ട്. എങ്കിലും കാര്യം ഇത്രയെല്ലാം ഗുണമൊക്കെ ഉണ്ടെങ്കിലും താഴെ ഒരു കാര്യം പറയാണ്, എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞു വന്ന് കുറ്റം പറവാനുണ്ട്. എന്താണ് ആ കുറ്റം? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിന്റെ കൂട്ടത്തിൽ ഉണ്ട്. ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. എന്താണ് ബിലെയാമിന്റെ ഉപദേശം? ഞാനത് വളരെ ചുരുക്കി പറഞ്ഞാൽ, ബിലെയാമിന്റെ ഉപദേശം സംബന്ധിച്ച് സംഖ്യാപുസ്തകം 24:14, 31 അധ്യായം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ബിലെയാമിന്റെ ഉപദേശം വിശാലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് എഴുതാവുന്ന രീതിയിൽ ക്യാപ്സ്യൂളാക്കി തരാം, ചുരുക്കി പറഞ്ഞു തരാം. ശപിക്കാൻ പോയവൻ
അവന് ശപിക്കാൻ പറ്റിയില്ല. മോവാബ്യ പാളയത്തിൽ വിശാലമായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തെ കണ്ട് അവരെ ശപിക്കാനായി ബാലാക്ക് ബിലയാമിനെ അയച്ചു. നമുക്കറിയാം ചരിത്രം, ഞാൻ നേരം കളയുന്നില്ല. എന്നാൽ ബിലയാം വായ് തുറന്ന് അവരെ അനുഗ്രഹിച്ചു. യഹോവയായ ദൈവം വായിൽ കൊടുത്ത് അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ ബാലാക്കിന് ഒരു ചെറിയ ഉപദേശം കൊടുത്തു. അതാണ് കാര്യം. എന്താണെന്നറിയാമോ ബാലാക്കിന് കൊടുത്ത ഉപദേശം? മോവാബ്യ സ്ത്രീകൾ സുന്ദരികളാണ്, അവരെ ഓരോന്നിനെ ഇസ്രായേൽ പാളയത്തിലേക്ക് വിട്ടേക്കുക. അങ്ങനെ വിട്ട് അവരവിടെ ചെല്ലുമ്പോ മോവാബ്യരായ സുന്ദരികളായ സ്ത്രീകളെ അവർ മോഹിച്ച് അവർ പാപം ചെയ്യും. അപ്പോൾ ദൈവം അവർക്കെതിരായിട്ട് പ്രവർത്തിക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? എങ്ങനെയുണ്ട് ബുദ്ധി? ഇതിനാണ് നമ്മളുടെ നാട്ടിൽ കാഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയും, വക്ര ബുദ്ധി എന്ന് പറയും, ദുഷ്ടബുദ്ധി എന്ന് പറയും. ഇങ്ങനെയുള്ളവരൊക്കെ ഇന്നിപ്പോ ബിലയാമിന്റെ ഉപദേശം അല്ലെങ്കിലും മറ്റൊരുത്തിനെ വീഴിക്കാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് കൈമാറി കൊടുക്കാൻ പ്രാപ്തിയുള്ളവരൊക്കെ ഇന്നും ഉണ്ട്. ബിലയാമിന്റെ ഉപദേശം ഇതായിരുന്നു: മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അയച്ച് അവർക്ക് വ്യഭിചാരം ചെയ്യാനും ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാനും അവസരമുണ്ടാക്കാൻ ബാലാക്കിനെ ഉപദേശിച്ച ആ ഉപദേശമാണ് ബിലയാമിന്റെ ഉപദേശം എന്ന് പറയാം. അത് പെട്ടു, അതിനകത്ത് അവർ വീണു. അത് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്തു. അങ്ങനെ ബിലയാമിന്റെ ഉപദേശത്തെ കാര്യമായി സ്വീകരിച്ചിട്ടുള്ള കുറെ പേര് പെർഗമോസിലെ സഭയിലുണ്ട്. അപ്പൊ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, യേശുവിന്റെ നാമത്തെ മുറുകെ പിടിച്ചതും വചനത്തെ മുറുകെ പിടിച്ചതും വിശ്വാസത്തെ മുറുകെ പിടിച്ചതുമായ ഒരു ഭൂരിപക്ഷം പേരുണ്ടെങ്കിലും ഇങ്ങനെ പെർഗമോസിലെ സഭയ്ക്കകത്ത് ബിലയാമിന്റെ തെറ്റായ ഉപദേശങ്ങളെ ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ടെന്ന് ആത്മാവ് ആ സഭയോട് പറയുകയാണ്. അവണ്ണം രണ്ടാമത്തെ കാര്യം പറയാണ്: നിക്കോലാവ്യരുടെ ഉപദേശത്തെ കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. എന്താണ് നിക്കോലാവ്യ ഉപദേശം? നിക്കോലാവ്യ ഉപദേശം എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുന്നവർ അഥവാ വിഭാഗീയത ഉണ്ടാക്കുന്ന ഉപദേശമാണ് നിക്കോലാവോസിന്റെ ഉപദേശം. നിക്കോലാവോസ് ആണ് ആ ഉപദേശം സഭയിൽ പ്രചരിപ്പിച്ചത്. നിക്കോലാവോസിന്റെ അനുയായികൾ, അത് ശരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്, ഈ നിക്കോലാവോസിന്റെ ഉപദേശം നമുക്ക് കേൾക്കുമ്പോൾ വളരെ പഥ്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതെല്ലാം വചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളാണ്. ആളുകളെ തമ്മിൽ തരംതിരിക്കുക, വൈദികര്, അൽമായക്കാര്, പിന്നെ അങ്ങനെ അവരിൽ തന്നെ ഉയർന്നവരും താഴ്ന്നവരുമായിട്ടുള്ള ചിന്ത. ക്രിസ്തയേശുവിൽ എല്ലാവരും ഒരുപോലെയാണ്. ആ ഒന്നാമത്തുള്ള കാഴ്ചപ്പാടിനെ മാറ്റി അവരിൽ ഒരു നിമ്നോന്നതാവസ്ഥ, ഉച്ചനീചത്വം കൽപ്പിക്കുന്ന ഉപദേശമാണ് നിക്കോലാവ്യ ഉപദേശം. ഒന്നുകൂടി ഞാൻ പറയാം: വിശ്വാസികൾക്കിടയിൽ ഉച്ചനീചത്വം കൊണ്ടുവന്ന ഉപദേശമാണ് നിക്കോലാവോസിന്റെ ഉപദേശം. നിക്കോലാവ്യ ഉപദേശം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് സഭയിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിരുന്നു. ആ കാലത്ത് സഭയുടെ ഒരു എന്നതിന് പറയുന്ന ഒരു മന്ദഗതിയിലേക്ക് നീങ്ങാനായിട്ട് തുടങ്ങി, അതിന്റെ ക്ലൈമാക്സിലേക്ക് പോയപ്പോൾ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത്,
സഭയിൽ ഇങ്ങനെ ധാരാളം ദുരുപദേശങ്ങൾ പെർഗേമോസിലെ സഭയിൽ കൊണ്ടുവന്നു. ഒന്ന്, ബെലയാമിന്റെ ഉപദേശം. രണ്ട്, നിക്കോലാവ്യ ഉപദേശം. ഈ രണ്ട് ഉപദേശങ്ങളെ ഫോളോ ചെയ്യുന്ന കുറെ പേർ പെർഗേമോസിലെ സഭയ്ക്കുണ്ടായിരുന്നു. അതാണ് അവരെ കുറിച്ച് പറയാനുള്ള രണ്ട് കുറ്റങ്ങൾ, രണ്ട് കുറവുകൾ. അതാണ്. ആകയാൽ, എങ്കിലും, ആകയാൽ, രണ്ട് വാക്ക്. അങ്ങനെ കുറ്റമുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും തള്ളിക്കളയല്ല, കൃത്യമായ സന്ദേശം കൊടുത്തു. മാനസാന്തരപ്പെടുക മക്കളെ. സഭയ്ക്കുള്ള സന്ദേശം അതാണ്. ഇന്ന് സഭയിൽ നിന്ന് കേൾക്കാത്ത സന്ദേശവും അതാണ്. അതാണ് ഇന്ന് സഭയുടെ വൈകല്യത്തിന്റെ കാരണം. ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പറയും, നെതന്യാഹുവിന്റെ കാര്യം പറയും. ഈ കാര്യങ്ങളൊക്കെ പള്ളിമേടയിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. സ്വന്തം ജനം മാനസാന്തരപ്പെടണമെന്ന് മാത്രം പറയില്ല. അതുകൊണ്ട് ജനത്തിന് മാനസാന്തരം ഇല്ല. മാനസാന്തരം പ്രസംഗിക്കുന്നവരുടെയിൽ വിശ്വാസികളെ ഒട്ട് വിടുകയുമില്ല. എങ്ങനെയുണ്ട്? വിട്ടുകഴിഞ്ഞാൽ ജനത്തിന്റെ കണ്ണ് തുറക്കും. നമ്മൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. ആകയാൽ മാനസാന്തരപ്പെടുക. ഏതെങ്കിലും പാപത്തെ പിൻപറ്റുന്നവരാണ് നമ്മളെങ്കിൽ മാനസാന്തരം എന്നുള്ളത് ഒരിക്കലുള്ള കാര്യമല്ല. വിശ്വാസികൾക്ക് മാനസാന്തരം വേണം. തെറ്റ് ബോധ്യപ്പെടുന്നത് എപ്പോഴാണോ ആ സമയത്ത് മാനസാന്തരം വേണം. മനസ്സിന് വരുന്ന മാറ്റമാണ് മാനസാന്തരം. അത് നമുക്കുണ്ടാകണം. ദൈവവചനം കേൾക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവവചനം കേൾക്കുമ്പോൾ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നത് അങ്ങനെയാണ്. ദൈവവചനത്തിന്റെ മുൻപിൽ മാനസാന്തരത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ പ്രബലനായിരിക്കും, ശക്തനായിരിക്കും. എങ്കിലും മാനസാന്തരപ്പെടുക. എഫേസ്യസിലെ സഭയോടും പറഞ്ഞു, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ആകയാൽ ഏതിൽ നിന്ന് വീണു എന്നോർത്ത് നീ മാനസാന്തരപ്പെടുക. സഭയ്ക്ക് കൊടുക്കേണ്ട, സഭയ്ക്ക് ലഭിക്കേണ്ട, സഭയ്ക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മാനസാന്തരപ്പെടുക. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട മേഖലകൾ എവിടെയാണ്, എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കണം. രാവിലെ നമ്മൾക്ക് ഈ പ്രയർ അതിനെ സഹായിക്കുന്നുണ്ടെന്ന് ഒത്തിരി പേർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയക്കും, പലരും എന്നെ വിളിക്കും, വചനത്തിന്റെയും ധ്യാനത്തിന്റെയും കാര്യങ്ങൾ പറയും, അവർക്ക് ലഭിക്കുന്ന ദൈവകൃപയെ കുറിച്ച് പങ്കുവെക്കും. ഞാൻ പറയാ, ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ പാപത്തിന്റെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോ ഹൃദയം കല്ലിച്ചിരിക്കാതെ താഴ്ത്തി കൊടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതല്ലെങ്കിൽ കുത്തിയിരിക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും കിട്ടില്ല. എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ നേരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈവിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ മാനസാന്തരപ്പെടുക. പെർഗേമോസിലെ സഭയ്ക്ക് കൊടുത്ത സന്ദേശം അതാണ്, മാനസാന്തരപ്പെടുക. അല്ലെങ്കിലോ, മാനസാന്തരപ്പെട്ടില്ല എങ്കിലോ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട്
അതേതാണാവോ? വായിലെ വാളാണ് വചനം. അവന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മനസ്സാന്തരപ്പെടാത്തവരോട് പോരാടും. അല്ലല്ല, മനസ്സാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇതാണ് ആ വചനം. നശിച്ചു പോകും. ദൈവത്തിന് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണത്. ആ വചനമാണ് വാള്. ആ വാള് കൊണ്ട് ഞാൻ പോരാടും. അവനെ നശിപ്പിച്ച് കളയും, അവനെ തകർത്ത് കളയും. ദൈവമക്കളെ, ദൈവം തമ്പുരാൻ കൈവിട്ടാലുണ്ടല്ലോ പിന്നെ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പാ പ്രൈസ് ദി ലോർഡ്. യേശു അപ്പച്ചൻ കൈവിട്ട പോയി. കർത്താവേ, നീ എന്നെ കൈവിട മാട്ടാ. കർത്താവേ, നീ എന്നെ ഉപേക്ഷിക്കരുതേ. നിന്റെ ഉള്ളം കയ്യിൽ എന്നെ സൂക്ഷിക്കണമേ, എന്നെ കരുതണമേ. ദൈവത്തിന് യേശു അപ്പന്റെ കയ്യിൽ സൂക്ഷിക്കപ്പെടുന്ന ജീവിതമാകണം. അല്ല ഞാൻ 3 വാക്ക്: എങ്കിലും, ആകയാൽ, അല്ല ഞാൻ. എങ്കിലും ഒരു കുറ്റം പറയാനുണ്ട്. ആകയാൽ മനസ്സാന്തരപ്പെടണം. അല്ല ഞാൻ നിങ്ങളെ വായിലെ വാളുകൊണ്ട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അവിടെ ഞാൻ നിർത്തുക. ആ ഭാഗം അടുത്ത ദിവസം പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ ദൈവമക്കളെ. പെർഗേമോസിലെ സഭയുടെ നന്മ നമ്മൾ പഠിച്ചു. പെർഗേമോസിലെ സഭയുടെ കുറ്റം നമ്മൾ പഠിച്ചു. ആ സഭ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചു.